ഗസ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ നിർണായക നീക്കവുമായി ഹമാസ്. പലസ്തീൻ ഐക്യത്തിനു വേണ്ടി ബീജിംഗ് പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ ഹമാസും ഫതഖും. 3 ദിവസമായി ബീജിംഗിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾക്ക് ശേഷമാണ് കരാറിൽ വിവിധ പലസ്തീൻ സംഘടനകൾ ഒപ്പുവെച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ച് പലസ്തീൻ ഐക്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ചർച്ചയുടെ ലക്ഷ്യം. 14 പലസ്തീൻ സംഘടനകളാണ് ബീജിംഗ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. ഈ കരാർ പലസ്തീന്റെ ചരിത്രത്തിലെ വഴിത്തിരിവാണെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഘർഷ മേഖലയിൽ ചൈന മധ്യസ്ഥത വഹിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് പ്രഖ്യാപനത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നതെന്നും മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു. പലസ്തീന്റെ വിമോചനത്തിനായുള്ള ചരിത്ര മുഹൂർത്തമാണിതെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. യുദ്ധാനന്തരം ഗസയിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയാണ് പ്രഖ്യാപനത്തിലെ പ്രധാന വിഷയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗസയിലെ വെടിനിർത്തലിനായി ചൈനയുടെ പിന്തുണ ഉണ്ടാകും. കൂടാതെ പരിഹാരത്തിനായി അന്താരാഷ്ട്ര സമാധാന കോൺഫറൻസ് സംഘടിപ്പിക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഫതഖ് കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ മഹ്മൂദ് അൽ അലൂൽ, ഹമാസ് മുതിർന്ന നേതാവ് മൂസ അബു മർസൂഖ് തുടങ്ങിയവരും ഈജിപ്ത്, റഷ്യ, അൾജീരിയ എന്നീ രാജ്യങ്ങളിലെ അംബാസഡർമാരും യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് എല്ലാ സംഘടനകളുടെയും വിവരങ്ങൾ, കരാറിലെ വിശദാംശങ്ങൾ എന്നിവയൊന്നും ചൈന പുറത്തുവിട്ടിട്ടില്ല. ദീർഘകാല ശത്രുക്കളായ ഹമാസും ഫതഖും മറ്റ് 12 ഫലസ്തീൻ സംഘടനകളും ചേരുന്നതോടെ ഗസ ഇസ്രായേൽ പോരാട്ടം വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തൽ. 2006 മുതൽ പരസ്പരം പോരടിക്കുന്ന പലസ്തീനിലെ 2 പ്രബല പാർട്ടികൾ ഒന്നിക്കുന്നത് പ്രധാന രാഷ്ട്രീയ നീക്കമാണ്. ഇസ്രായേൽ ഗസ സംഘർഷത്തിന് കാരണമായ ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹമാസ് ആക്രമണത്തിന്റെ പാതയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗിക ഭരണ നിയന്ത്രണമുള്ള പലസ്തീനിയൻ അതോറിറ്റിയെ നിയന്ത്രിക്കുന്നത് ഫതഖാണ്. പലസ്തീൻ രാജ്യത്തിനായി സമാധാന ശ്രമങ്ങളാണ് ഫതഖ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ നിരവധി തവണ ഇരു പാർട്ടികളും ഐക്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടിരുന്നു. ഗസയിലെ സംഘർഷം അവസാനിക്കുന്നതോടെ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്കയും നിയന്ത്രിക്കുന്ന സർക്കാർ പലസ്തീനിൽ അധികാരത്തിൽ വരുമെന്ന ആശങ്കയാണ് പോരടിച്ചു നിൽക്കുന്ന പാർട്ടികൾ ഭിന്നതകൾ മറന്ന് ഒരുമിക്കാൻ കാരണം. ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ അധിനിവേശത്തെ ചെറുക്കാൻ വിവിധ സംഘടനകളുടെ ഐക്യമാണ് ഏകമാർഗമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ബീജിംഗ് പ്രഖ്യാപനത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തിയത്. കരാറിൽ ഒപ്പിട്ട സംഘടനകളിൽ ഒന്നായ പലസ്തീനിയൻ നാഷണൽ ഇനിഷ്യേറ്റീവിൻ്റെ സെക്രട്ടറി ജനറലായ മുസ്തഫ ബർഹൌദി ബീജിംഗ് പ്രഖ്യാപനത്തെ അടുത്തിടെയുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയെന്നാണ് വിശേഷിപ്പിച്ചത്. ഉടമ്പടിയുടെ ലക്ഷ്യത്തെക്കുറിച്ചും മുസ്തഫ വിശദീകരിച്ചു. ഐക്യദേശീയ സർക്കാർ സ്ഥാപിക്കൽ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി പലസ്തീൻ നേതാക്കളുടെ ഏകീകരണം, പലസ്തീനിയൻ നാഷണൽ കൗൺസിലിലേക്ക് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്തൽ, ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഐക്യപ്രഖ്യാപനം, ഇവയൊക്കെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം അൽ ജസീറയോട് പറഞ്ഞു.